ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി റൂമിലെത്തിയപ്പോൾ 4 മണിയായി. 4 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ കിടന്ന് സുഭിക്ഷമായി ഉറങ്ങി. പിന്നെ ഫുഡ് വന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ നോൺ വെജ് ഒന്നുമില്ല, എല്ലാം വെജിറ്റേറിയൻ. പിന്നെയും കിടന്നുറങ്ങിയിട്ട് 4:30 ആയപ്പോൾ ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയി. ഇവിടെ എപ്പോഴും ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ, സൈമിൾട്ടേനിയസ് ആയിട്ട് ഹെലികോപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പെർ ഹെഡ് 2500 ആണെന്ന് തോന്നുന്നു റേറ്റ്. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മളെ മഞ്ഞ, റെഡ്, ഈ 2 ഹെലികോപ്റ്റേഴ്സാണ് പോകുന്നത്. അത് കണ്ടോ, ഇന്നലെ ഞാൻ അവിടം വരെ ഒറ്റയ്ക്ക് നടന്ന് കയറി. ഇവന്മാരും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണല്ലോ നടന്നത്. അതുകൊണ്ട് മഞ്ഞ പോകുന്നു. ഇനി കുറച്ച് കഴിയുമ്പം ചുമപ്പ് പോവും. നമ്മളിവന്മാർ ഗെയിം കളിക്കത്തില്ലേ, ആ സെയിം ഹെലികോപ്റ്റേഴ്സ്. പിന്നെ ഞങ്ങൾ ആരോമലിന് പ്ലേ സോണിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഒരു മോള് കണ്ടു, ഹോളിഡേ ഇൻ, അവിടെ കയറാമെന്ന് വെച്ചു. അവിടെ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ എന്നാണ് വിചാരിച്ചത്. റൂമിൽ പോയി കിടന്നാൽ പിന്നെയും കിടന്നുറങ്ങും. പിന്നെ ഞങ്ങൾ അവിടെ വന്നു, ഗെയിം സോണിലോട്ട് കയറി. പിന്നെ ആശാൻ എന്തൊക്കെയോ അറിയാമെന്ന് മനസ്സിലായി കേട്ടോ. ഗെയിം സോണിൽ കയറിയപ്പോൾ തകർത്ത് വെച്ച് കളിച്ചു. ഈ പിള്ളേർ യൂട്യൂബ് കാണുമെങ്കിലും അവർ നല്ല കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ചിരി വന്നത് കണ്ട ഇവൻ്റെ ഈ ബൈക്ക് റൈഡിങ് കണ്ടപ്പോഴാണ്. ഇപ്പം വീഴും എന്നുള്ള രീതിയിലായിരുന്നു ബൈക്ക് റൈഡിങ്. ഇതൊക്കെയാണ് കേട്ടോ അവിടെ കോയിൻസ് കിട്ടുന്നത്. ഇത്രയും രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത്രയും കോയിൻസ് കിട്ടും. പിന്നെ എന്തോ ഒരു റബ്ബറൊക്കെ അവന് ഫ്രീ കിട്ടി. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്ന് ചേട്ടൻ ആദ്യം എന്തോ സാധനം ഓർഡർ ചെയ്തു. പിന്നെ ബെഡാപ്പാവ് ഓർഡർ ചെയ്തു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ആരോമലിൻ്റെ സ്വന്തം, പിന്നെ മോമോസ്. സൂപ്പറായിരുന്നു കേട്ടോ, എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ദാണ്ടെ ആ രാത്രി വ്യൂ കണ്ടോ. എൻ്റെ കാലിപ്പോഴും വേദനയാണ്. ടാറ്റാ.